വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിവതും വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയൊരു വീഡിയോ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിലോ അതുപോലെ തന്നെ ഏതെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ നമ്മുടെ ഈ ഫോണും അതുപോലെ ചെറുമുണ്ട്, പക്ഷെ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ല. നമുക്കപ്പം കൂട്ടുകാരെയോ അതുപോലെ ഫാമിലിയെയോ പോലീസിനെയൊക്കെ വിവരം അറിയിക്കാനും ഫോണിൽ എങ്ങനെ എളുപ്പത്തിൽ ചാർജ് ചെയ്തെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു പ്ലഗ് സോക്കറ്റ് വേണം. നമ്മുടെ വീട്ടിൽ സാധാരണ ചാർജ് കുത്തുന്ന ടൈപ്പ് ആയാലും മതി, കുഴപ്പമില്ല. പിന്നെ കുറച്ച് വയർ വേണം. പിന്നെ ചെറിയൊരു കമ്പി കഷ്ണം വേണം. നമുക്ക് ഇവിടെ അങ്ങനെ നോക്കാം. ഇതേപോലത്തെ ടൈപ്പ് കമ്പി കഷ്ണം വേണം. ഈ കമ്പി കഷ്ണം രണ്ടായിട്ടൊന്ന് ഒടിച്ചെടുക്കാം. ഒടിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, കൈയൊന്നും പോകരുത്. നല്ല രീതി ഒടിച്ചെടുക്കുക രണ്ടായിട്ട്. ഒടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള ഈ പച്ച കോട്ടിങ് ഒഴിവാക്കണം. ഒരുപാട് ഫുൾ ഒഴിവാക്കണ്ട, കുറച്ച് ഒഴിവാക്കിയാൽ മതി. ഈ കമ്പിയുടെ ഒരറ്റച്ചിരി തോനെ വളയ്ക്കുക, മറ്റേ അറ്റം കുറച്ച് വളച്ചാൽ മതി. രണ്ട് കമ്പി ഇതേപോലെ ആക്കി എടുക്കണം കേട്ടോ. വളച്ചെടുത്ത ശേഷം ഇതിൻ്റെ ഈ ചെറിയ അറ്റത്ത് നമ്മുടെ വയർ കണക്ട് ചെയ്ത് നല്ലോണം ചുറ്റി കൊടുക്കുക. പിന്നെ ഈ വയർ ഹോൾഡർ എങ്ങനെ ഒപ്പിക്കുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. കൂടുതലും തട്ടിക്കൊണ്ടൊക്കെ പോകുന്നവർ ആൾക്കാരെ പാർപ്പിക്കുന്നത് പണി നടക്കുന്ന കെട്ടിടങ്ങളിലായിരിക്കും കൂടുതലും. അപ്പം എന്തായാലും അത്തരം കെട്ടിടങ്ങളിൽ വയറിങ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കറണ്ട് കണക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പം അവിടെ രണ്ട് ചവിട്ട് കൊടുത്താൽ ഇതേപോലത്തെ ചാർജ് കുത്തിയിടാനുള്ള സോക്കറ്റ് പ്ലഗൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് വയറ് വലിച്ചൂരി സംഘടിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് ആശങ്ക വേണ്ട. പിന്നെ വിജനമായ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ആ സ്ഥലത്തൊക്കെ തപ്പിയാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്തതിൻ്റെ അറ്റത്ത് ഇങ്ങനെ നല്ലതുപോലെ ചുറ്റി കൊടുക്കുക. ശേഷം ഇച്ചിരി ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ ഒട്ടിക്കുക. ഇൻസുലേഷൻ ഒട്ടിച്ചാലും കുഴപ്പമില്ല, സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒട്ടിക്കുന്നതേ ഉള്ളൂ, അത് നിർബന്ധമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വയറ് മുറുകി ഇരിക്കാൻ വേണ്ടി ഒട്ടിച്ചെന്നേ ഉള്ളൂ. പിന്നെ അപ്പുറത്തെ വയറിൻ്റെ അഗ്രത്ത് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ. ഈ ടൈപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, എൻ്റെ ഈ കൈ പെട്ടെന്ന് കിട്ടിയത് അതുകൊണ്ടാണ് ഇതെടുത്തത്. മറ്റേ സാധാ വീട്ടിലൊക്കെ ഉള്ള നമ്മൾ ചാർജ് കുത്തിയിടുന്ന ആ ടൈപ്പ് ആയാലും മതി. അപ്പം ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഈ ടൈപ്പ് ഇറക്കി ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ഇങ്ങനോട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ അല്പം ഇൻസുലേഷൻ ഒട്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ലൈനിൽ കണക്ട് ചെയ്യണം. അപ്പം അതേറെ ശ്രദ്ധിക്കുക. ഞാൻ ഇതേപോലത്തെ ഒരു വടി എടുക്കുന്നുണ്ട്. ഈ വടി വെച്ചാണ് ഇതിൽ ഇടുക, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ എറിഞ്ഞു വേണമെങ്കിലും അതിനകത്ത് ഇടാം. ഉണ്ടെങ്കിൽ എറിഞ്ഞിടാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വടി കൊണ്ട് ഇലക്ട്രിക് ലൈനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലത്തെ പൈപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇരുമ്പിൻ്റെ ഒന്നും എടുക്കരുത്, കറണ്ട് അടിച്ച് അവിടെ ഇരിക്കും. ഇതേപോലത്തെ മുളം കമ്പോ ഇതേപോലത്തെ പൈപ്പുകളോ എടുക്കുക. ഇതാണ് ലൈൻ, ഇതിനകത്താണ് നമുക്ക് ഇടാനുള്ളത്.
ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എറിഞ്ഞിട്ട് വീഴുന്നില്ല. അപ്പം നമുക്ക് സമയം കളയാതെ കമ്പ് കൊണ്ട് കോർത്തിടാം. കാരണം നമ്മൾ കോർത്തിട്ടുണ്ട്. രണ്ടാമത്തെ നമുക്ക് അതേപോലെ കോർക്കാം. ഇത് സാവധാനത്തിൽ പിടിച്ച് കോർത്തിടണം. ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം കേട്ടോ, കരണ്ട. നമ്മൾ കറക്റ്റായിട്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ കണക്ട് ചെയ്തിരുന്നാൽ മതി. കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. ഈ ഇൻഡിക്കേഷൻ ഉള്ള ടൈപ്പ് ആട്ടോ, അതിൻ്റെ കറണ്ട് കയറുന്നുള്ളത് നമുക്കിത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ ഇത് നമുക്കിതിൽ കണക്ട് ചെയ്യാം. ഇതാണ് ചാർജർ. ഇത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. സാധാ ഫോൺ എടുക്കുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചാർജർ കുത്തി കൊടുക്കുക. ചാർജർ ഫോൺ ഇതാണ്ട് ശ്രദ്ധിച്ച് ചാർജിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ഫോൺ ഓൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഫോൺ ചാർജ് കയറിയിട്ടുണ്ട് കേട്ടോ. ഫോൺ ചാർജ് കയറുന്നുണ്ട്. ഇതാണ് നമ്മൾ ചാർജ് കറണ്ടിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫോൺ ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. 70% ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. തട്ടിക്കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ ഇതിൽ വിജനമായ സ്ഥലത്തായിരിക്കും കൊണ്ട് ഉപേക്ഷിക്കുക. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മളെ കൊണ്ട് പാർപ്പിക്കുക. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ വൈദ്യുതി ഫോണും ചാർജറും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നിസ്സാര സാധനങ്ങൾ അവിടെ നിന്നൊക്കെ തന്നെ സംഘടിപ്പിച്ച് നമുക്ക് ഇത്തരത്തിൽ ഫോണിൽ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ വൈദ്യുതി മോഷണം വൻ കുറ്റം തന്നെയാണ്. എങ്കിലും നമ്മളെക്കുറിച്ച് വിവരം നമുക്ക് പോലീസിനും അതുപോലെ വീട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ കൈമാറണമെങ്കിലും ചാർജ് ഇല്ലാത്ത ഫോണാണെങ്കിൽ ഫോൺ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗ്ഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ സബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ അതോടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.